എല്ലാവർക്കും ഹോളിവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് സിനിമകൾ OTT റിലീസ് ഉണ്ട്. മാർക്കോ, രേഖാചിത്രം, നടികർ, തങ്കമണി തുടങ്ങി ഒരുപാട് സിനിമകൾ OTTയിൽ വരികയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന സീരീസുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാളം സീരീസ് ആണ്. ഹോട്ട്സ്റ്റാറിലാണ് സീരീസ് വരുന്നത്. അജു വർഗീസ്, നീരജ് മാധവ് ഇവരാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. അടുത്ത മാസം ഹോട്ട്സ്റ്റാറിൽ ഈ സീരീസ് റിലീസാവുന്നതാണ്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ ഹോട്ട്സ്റ്റാറിൽ വന്നിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് സ്ക്വിഡ് ഗെയിം 3യുമായി ബന്ധപ്പെട്ടതാണ്. സ്ക്വിഡ് ഗെയിം 2 കഴിഞ്ഞ മാസമാണ് റിലീസായത്. ഇപ്പോഴിതാ സ്ക്വിഡ് ഗെയിമിന്റെ ഫൈനൽ വെർഷൻ ജൂൺ മാസത്തിൽ നെറ്റ്ഫ്ലിക്സിൽ റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഐറിൻ അറബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. ധ്യാൻ ശ്രീനിവാസൻ, മുകേഷ്, ഉർവശി ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഇപ്പോഴിതാ ഐറിൻ അറബി എന്ന സിനിമ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. സൈനാപ്ലേയിലാണ് സിനിമ വരുന്നത്. ഫെബ്രുവരി 2nd വീക്കിൽ ഐറിൻ അറേബ്യയുടെ OTT റിലീസ് ഉണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് വല്യേട്ടൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയുടെ 4K റീമാസ്റ്റർ വെർഷൻ തിയേറ്ററുകളിൽ റിലീസായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ വല്യേട്ടന്റെ 4K വെർഷൻ മനോരമ മാക്സിൽ റിലീസാവുകയാണ്. ഫെബ്രുവരി 7 വല്യേട്ടൻ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് ടെസ്റ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മീര ജാസ്മിൻ, മാധവ്, സിദ്ധാർത്ഥ്, നയൻതാര ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT റിലീസ് ഇന്നാണ്. ഇതൊരു ഡയറക്റ്റ് OTT മൂവിയാണ്. ഇന്ന് രാത്രി നെറ്റ്ഫ്ലിക്സിലാണ് ടെസ്റ്റ് എന്ന സിനിമയുടെ OTT റിലീസ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. കാരണം സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു ഹൊറർ ത്രില്ലർ സിനിമയാണ്. ഭാവനയാണ് സിനിമയിലെ നായിക. സിനിമയുടെ OTT ആമസോൺ പ്രൈം നേരത്തെ വാങ്ങിച്ചതാണ്. പക്ഷേ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഹണ്ട് സിനിമ കാത്തിരുന്ന് ആരാധകർക്കും അടുത്തു. ഇപ്പോഴിതാ ഹണ്ട് സിനിമ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഫെബ്രുവരി 2nd വീക്കിൽ ഹണ്ട് എന്ന സിനിമ സർപ്രൈസ് ആയിട്ട് വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയായിരുന്നു തങ്കമണി. നിതാ പിള്ളൈ, ദിലീപ് ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഒരു റിയൽ സ്റ്റോറിയാണ് തങ്കമണി പറഞ്ഞു പോകുന്നത്. തങ്കമണി എന്ന സിനിമയുടെ OTTക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ആമസോൺ പ്രൈം ഇപ്പോൾ തങ്കമണി എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഉടനെ തന്നെ ആമസോൺ പ്രൈമിൽ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ഫെബ്രുവരി 15 ആമസോൺ പ്രൈമിൽ തങ്കമണി എന്ന സിനിമയുടെ റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് നടികർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. സിനിമ തിയേറ്ററുകളിൽ 8 നിലയിൽ പൊട്ടി. സൗബിൻ, ടോവിനോ, ഭാവന തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ ആമസോൺ പ്രൈം നടികർ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് വീക്കിലാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സിനിമയ്ക്ക് നല്ല റെസ്പോൺസാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. സിനിമ ഇറങ്ങിയിട്ട് ഒരുപാട് വർഷമായി. ഇതുവരെ വേല സിനിമയുടെ OTT വന്നിട്ടില്ല. ഇപ്പോഴിതാ ആമസോൺ പ്രൈം വേല സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഷേനികം, അതിഥി, സണ്ണി ബെയിൻ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 18 വേല എന്ന സിനിമ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ഉണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് മാർക്കോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. 100 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് മാർക്കോ. മാർക്കോ സിനിമയുടെ എക്സ്റ്റൻഡഡ് വെർഷൻ ആയിരിക്കും OTTയിൽ വരുന്നത്. തിയേറ്ററുകളിൽ കട്ടാക്കിയ ഒരുപാട് സീൻസ് ഉണ്ട്. അതെല്ലാം നമുക്കിനി OTTയിൽ കാണാൻ സാധിക്കും. സോണി ലീവാണ് മാർക്കോ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 14 മാർക്കോ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഹലോ മമ്മി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹൊറർ കോമഡി മൂവിയാണ്. തിയേറ്ററുകളിൽ ഹിറ്റായ സിനിമയായിരുന്നു ഹലോ മമ്മി. ഷറഫുദ്ദീൻ, ഐശ്വര്യലക്ഷ്മിയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഹലോ മമ്മി ഇറങ്ങിയിട്ട് 2 മാസമായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ആമസോൺ പ്രൈം തന്നെയാണ് ഹലോ മമ്മിയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ അടുത്ത വീക്കിലാണ് OTT റിലീസ്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ഫെബ്രുവരി 7 ആമസോൺ പ്രൈമിൽ ഹലോ മമ്മിയുടെ OTT റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് രേഖാചിത്രം എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു ക്ലാസിക് ത്രില്ലർ സിനിമയാണ്. രേഖാചിത്രം ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സിനിമ ഹിറ്റാവുകയും ചെയ്തു. 2025 ആദ്യത്തെ ഹിറ്റായിരുന്നു രേഖാചിത്രം. സോണി ലീവാണ് രേഖാചിത്രം എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സോണി ലീവ് ഒരു മാസം ഒരു സിനിമ മാത്രമേ OTT റിലീസ് ചെയ്യുകയുള്ളൂ. ഈ മാസം മാർക്കോയാണ്. അതുകൊണ്ട് മാർച്ചിലായിരിക്കും രേഖാചിത്രം എന്ന സിനിമയുടെ OTT റിലീസ്. ആരാധകർക്ക് കാത്തിരുന്നിട്ട് കാര്യമില്ല. അടുത്ത മാസമായിരിക്കും ഇനി രേഖാചിത്രം റിലീസാവുന്നത്. ഈ മാസം ഇനി ഒരുപാട് സിനിമകൾ OTTയിൽ വരാനുണ്ട്. അപ്പോൾ സിനിമകളുടെ കൃത്യമായ ഡേറ്റ് അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.